Hello everyone, welcome to CC. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ചെറിയൊരു ക്ലാസ് ആണ്. ചെറിയൊരു ക്ലാസ്സിൽ കൂടി മാക്സിമം ഇൻഫർമേഷൻ തരാനാണ് ഉദ്ദേശിക്കുന്നത് റിഗാർഡിംഗ് ഓൾട്ടർനേറ്റർ. എന്താണ് ഓൾട്ടർനേറ്റർ? സിങ്ക്രണസ് മെഷീൻസ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. AC മെഷീൻസിൻ്റെ ഒരു വിഭാഗമാണ് സിങ്ക്രണസ് മെഷീൻസ്. സിങ്ക്രണസ് മെഷീൻസ് ജനറേറ്ററും ഉണ്ട്, മോട്ടറും ഉണ്ട്. സിങ്ക്രണസ് ജനറേറ്ററിൻ്റെ മറ്റൊരു പേരാണ് ഓൾട്ടർനേറ്റർ ബിക്കോസ് ദേ ജനറേറ്റ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ഓൾട്ടർനേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഓൾട്ടർനേറ്റേഴ്സ് ആർ നത്തിങ് ബട്ട് സിങ്ക്രണസ് ജനറേറ്റേഴ്സ്. സോ വാട്ട് ഈസ് ആൻ ഓൾട്ടർനേറ്റർ? ഏതൊരു ജനറേറ്ററിനെ പോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക, സെൽഫായിട്ട് ജനറേറ്റ് ചെയ്യാൻ ഒരു ഓൾട്ടർനേറ്ററിന് പറ്റില്ല. കാരണം നമുക്കറിയാം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന മെഷീനാണ് ഓൾട്ടർനേറ്റർ. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? ഏത് എനർജിയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, an alternator is a synchronous machine that converts mechanical energy into alternating electrical energy. It works on Faraday's laws of electromagnetic induction. So വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓൾട്ടർനേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് AC ജനറേറ്റർ ഇൻ പവർ സിസ്റ്റംസ്. പവർ സിസ്റ്റംസിൽ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ഓൾട്ടർനേറ്റർ. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതൊരു ACയുടെ ഒരു സിങ്ക്രണസ് ജനറേറ്ററിൻ്റെ ഒരു സ്ട്രക്ചറാണ്. നോർമലി ലാർജ് സൈസ് മെഷീൻസ് എല്ലാം ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചറായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് പറയാം. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? Whenever there is a change in magnetic field, an EMF is induced in the conductor. If the conductor is closed, a current will flow through the conductor. അതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന് നോർമലി എക്സിസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡിസ്റ്റർബൻസ് ഒരു ഒപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ഒപ്പോസിഷനാണ് ശരിക്കും ഇലക്ട്രിക് ഫീൽഡായിട്ട് കണ്ടക്ടറിലേക്ക് വരുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ആണ് ഇലക്ട്രോമാഗ്നറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഇതിൻ്റെ റീസൺ? മാഗ്നറ്റിക് ഫീൽഡിനുണ്ടായ ചേഞ്ച്. അപ്പോൾ ഇതിൻ്റെ ആധാരമായിട്ടിരിക്കുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. ദാറ്റ് ഈസ് ഫോർ എവ്രി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അങ്ങനെ ഉണ്ടായ ഒരു ആക്ഷൻ്റെ റിയാക്ഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇഫക്റ്റ് ആയിട്ടാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF മെഷീനിൽ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ആ മാഗ്നിറ്റ്യൂഡ്, ആ EMFൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണ്? അതാണ് ലെൻസസ് ലോ പറയുന്നത്. ലെൻസസ് ലോ കോസ് ഇഫക്റ്റ് റിലേഷനെ ഇലക്ട്രിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ശാസ്ത്രജ്ഞനാണ്. തേർഡ് ലോ ഓഫ് മോഷനെ തന്നെ ഇലക്ട്രിക്കലി അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ലെൻസസ് ലോ ആണ്. എവ്രി ഇഫക്റ്റ് ഒപ്പോസസ് ദ വെരി കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് EMF ഉണ്ടാകുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ദർ ഈസ് എ നോർത്ത് പോൾ. അതിനെ നമ്മൾ വെറുതെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നോർത്ത് സൗത്ത് പോൾസ് ഉണ്ടാവും. അതിന് ഇൻ ബിറ്റ്വീൻ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, വി ആർ പ്ലേസിങ് എ കോയിൽ ഇൻ ബിറ്റ്വീൻ ആൻഡ് മേക്കിംഗ് ദ കോയിൽ ടു റൊട്ടേറ്റ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാകും, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റർബൻസിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. സോ എന്ത് സംഭവിക്കും? ഇഫ് നമ്മളൊരു കോയിൽ പ്ലേസ് ചെയ്തു എന്ന് മാത്രമല്ല, അതിനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നും കൂടെ വിചാരിക്കാം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടൈമിനനുസരിച്ച് അവിടെയുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ചേഞ്ച് ഉണ്ടാകും. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് വേറൊരു രീതിയിൽ പറയുന്നതാണ് എന്ത്? ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്? വെബർ. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന് വിത്ത് റെസ്പെക്ട് ടു ടൈം
ചേഞ്ച് ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് d∅ by dt, ചേഞ്ച് ഇൻ ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ആ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് എന്തുണ്ടാക്കുന്നത്? EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് കോസസ് EMF. ഇനി ഒരു പോയിന്റും കൂടെ, ഇവിടെ നമ്മളൊരു കോയിൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ കണ്ടക്ടറാണ് പ്ലേസ് ചെയ്തത്. വാട്ട് ഹാപ്പൻസ്? മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് കൂടും. Therefore, as the number of coils increases, that increases EMF. That means ഒരു കോയിൽ ഉണ്ടായിരുന്നപ്പോൾ d∅ by dt. അപ്പോൾ n കോയിൽ ഉണ്ടെങ്കിൽ EMF will also increase. അപ്പോൾ നമ്മുടെ EMF ഇക്വേഷൻ എന്തായി? n d∅ by dt. ഇനി എന്താണ് ഇതെന്ന് പറയുന്നത്? ദിസ് ഒപ്പോസസ്, ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് is an opposing force. Therefore, E is equal to minus n d∅ by dt. ഇതാണ് ലെൻസസ് ലോ പറയുന്നത്. ലെൻസസ് ലോ ആണ് ഈ ഡിറക്ഷണൽ ഫേസ് അല്ലെങ്കിൽ ഈ ഡിറക്ഷൻ ഈ EMFന് കൊടുത്തത് ബൈ ലെൻസസ് ലോ ആണ്. വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ്. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ തറവായോ? ബാക്കി ഉള്ള മെഷീൻസ് പോലെ തന്നെ AC മെഷീൻസിനും പ്രധാനപ്പെട്ട ഭാഗം സ്റ്റേറ്റർ അസംബ്ലിയും റോട്ടർ അസംബ്ലിയുമാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്ററിൽ ഏതൊക്കെ പാർട്സാണ് ഉള്ളത്? സ്റ്റേറ്റർ ഹാസ് സ്റ്റേറ്റർ കോർ, സ്ലോട്ട്സ്, 3-phase ആർമേച്ചർ വൈൻഡിങ് ആൻഡ് എ ഫ്രെയിം. റോട്ടറിലും ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, പോൾ സിസ്റ്റം, സ്ലിപ്പ് റിങ്സ് ആൻഡ് ഷാഫ്റ്റ്. സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട് സ്റ്റേഷനറി പാർട്ട്. ഓക്കെ, സ്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട് സ്റ്റേഷനറി പാർട്ട്, അതാണ് സ്റ്റേറ്റർ. അപ്പോൾ എല്ലാ മെഷീൻസിനും, DC മെഷീൻസ് ആയാലും AC മെഷീൻസ് ആയാലും, രണ്ട് അസംബ്ലി ഏറ്റവും പ്രധാനമാണ്. എന്തൊക്കെയാണ്? ഫീൽഡ് അസംബ്ലിയും ആർമേച്ചർ അസംബ്ലിയും. സോ ഫീൽഡ് അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഫീൽഡ് അസംബ്ലി ഫീൽഡ് സിസ്റ്റം അഥവാ ഫീൽഡ് അസംബ്ലി എന്ന് പറയും. സോ ഫീൽഡ് സിസ്റ്റം എന്തൊക്കെയാണ് അതിൻ്റെ ഇൻക്ലൂഷൻസ് ആയിട്ട് വരിക? ഡെഫിനറ്റ്ലി അതിൽ എന്തുണ്ടാവും? ഫീൽഡ് പോൾസ് ഉണ്ടാകും, ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ടാകും. എന്തിനാണ് ഫീൽഡ് പോൾസും ഫീൽഡ് വൈൻഡിങ്സും പ്ലേസ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം, നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് വേണം അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ബൈ യൂസിങ് എ പെർമനന്റ് മാഗ്നറ്റ്, സെക്കൻഡ് വൺ ബൈ യൂസിങ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്. പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒരിക്കലും ലൂസ് ചെയ്യുന്നില്ല അൺടിൽ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഹാമറിങ് ഉണ്ടാവുക മാത്രമേ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലൂസ് ചെയ്യുന്നുള്ളൂ, മാഗ്നറ്റിക് ഡീറ്റോറിയേഷൻ സംഭവിക്കുന്നുള്ളൂ. അതും കാലക്രമേണ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതർവൈസ് എപ്പോഴും അതിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി? അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. അതേസമയം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ മാഗ്നറ്റ് ആക്കുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ എന്ത് വേണം? പ്രധാനമായിട്ട് അവിടെ ഒരു കണ്ടക്ടർ വേണം. ആ കണ്ടക്ടറിന് ഒരു കോയിൽ വഴി കറണ്ട് കൊടുത്താണ് അതിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ്സിൻ്റെ പ്രത്യേകത മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ് വൺസ് ഒരു ഫീൽഡ് സ്ട്രെങ്ത് ആണെങ്കിൽ അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അതിൻ്റെ ലൈഫ് ടൈം. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടുന്ന സമയം മാത്രം അതിനെ മാഗ്നറ്റായിട്ട് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ ഒരു മാഗ്നറ്റിൻ്റെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാനും ഇലക്ട്രോ മാഗ്നറ്റ് കാരണം പറ്റും. അപ്പോൾ ഫീൽഡ് അസംബ്ലി വഴി അല്ലെങ്കിൽ ഫീൽഡ് സിസ്റ്റം വഴി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മാഗ്നറ്റിനെ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിനെ ഫോർ എ ടെമ്പററി ടൈം, ഒരു അമൗണ്ട് ഓഫ് ടൈമിലത്തേക്ക് വേണ്ടി ടെമ്പററി മാഗ്നറ്റ് ആക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഫീൽഡ് സിസ്റ്റത്തിലും അതേ തന്നെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. വി വിൽ ബി ഹാവിങ് എ പീസ് ഓഫ് കണ്ടക്ടർ, അതിനെ പോൾ എന്ന് പറയും, ഫീൽഡ് പോൾ. അതിലേക്ക് ഒരു കോയിൽ വഴി കറണ്ട് പാസ് ചെയ്യിപ്പിച്ച് അതിനെ ടെമ്പററി മാഗ്നറ്റ് ആക്കുക. അതിനാണ് ഫീൽഡ് പോൾ ആൻഡ് കോയിൽ അറേഞ്ച്മെൻറ്റ്. ഫീൽഡ് പോൾ എന്ന് പറയുന്ന കണ്ടക്ടറാണ്. കോയിൽ എന്തിനാണ്? അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയും. അതെന്തിനാണ്? ഈ മെറ്റീരിയലിനെ ഇലക്ട്രോ മാഗ്നറ്റ് ആക്കാനുള്ള അസംബ്ലിയാണ് ആ കൊടുത്തേക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഫീൽഡ് സിസ്റ്റത്തിൽ മെയിനായിട്ട് വരുന്നത് ഈ ഫീൽഡ് പോൾ ഉണ്ടാവും, ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും. ഇനി അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന അറേഞ്ച്മെൻറ്റ്, അതിനെ പ്ലേസ് ചെയ്യാൻ ഫീൽഡ് വൈൻഡിങ് വെക്കാനായിട്ട് ഇതിന് ഡെഫിനറ്റ്ലി ഒരു ബോഡി ഉണ്ടാവും. അതിനെ കോർ എന്ന് പറയും, കോർ. ആ കോറിലായിരിക്കും ഇതുപോലെയുള്ള പോൾസ് ഉണ്ടാവുക. പോൾസിലേക്ക് വൈൻഡിങ്സ് ഉണ്ടാവും, വൈൻഡിങ്സിലേക്ക് കോയിൽ പ്ലേസ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് അഥവാ സ്ലോട്ട്സ് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ എന്തിനാണ് ഈ വൈൻഡിങ്സിന് സപ്ലൈ കൊടുക്കണമല്ലോ, എന്നാൽ മാത്രമല്ലേ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പം സപ്ലൈ കൊടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സും ഉണ്ടാവും. അപ്പോൾ ഇത്രയും വരുന്നതാണ് റോട്ടർ സ്ട്രക്ചർ. ഇപ്പോൾ റോട്ടർ കോറിന് വേറൊരു ധർമ്മവും കൂടെ ഉണ്ട്. ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും റോട്ടർ കോഴ്സാണ്. ഓക്കെ, സോ അത് അത്രയുമാണ് റോട്ടർ അസംബ്ലിയിൽ വരുന്നത്. ദെൻ സ്റ്റേറ്റർ. സോ മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെയാണ് വർക്കിംഗ് നമ്മൾ പറഞ്ഞത്. മാഗ്നറ്റിക് ഫീൽഡിൽ കോയിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അങ്ങനെ ഒരു കോയിൽ മാത്രം വെച്ചാൽ EMF വിൽ നോട്ട് ബി സഫിഷ്യൻറ്റ്. അപ്പോൾ നമ്പർ ഓഫ് കോയിൽസ് കൂട്ടണം. ആ കോയിൽസിൻ്റെ ഗ്രൂപ്പിനെയാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. കോയിൽസിൻ്റെ ഗ്രൂപ്പിനെയാണ് ആർമേച്ചർ. ആർമേച്ചർ അസംബ്ലിയാണ് AC മെഷീൻസിൽ സ്ട്രേറ്ററായിട്ട് അഥവാ സ്റ്റേഷനറി പാർട്ടായിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ആർമേച്ചർ വൈൻഡിങ്ങിനെ വെക്കാൻ പറ്റുന്ന ഒരു സ്ലോട്ട് അറേഞ്ച്മെൻറ്റ് വേണം അല്ലേ. ഒരു സ്ലോട്ട്സ് ഉണ്ടായിരിക്കണം, അതിനെ വൈൻഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അറേഞ്ച്മെൻറ്റ് വേണം. അപ്പോൾ അതിനുള്ളതാണ് ഈ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ദർ മസ്റ്റ് ബി എ സ്റ്റേറ്റർ കോർ. ആ കോറിൽ സ്ലോട്ടുകൾ ഉണ്ടായിരിക്കണം. അതിലാണ് നമ്മുടെ 3 ഫേസ് ആർമേച്ചർ വൈൻഡിങ് വെക്കുന്നത്. ഓക്കെ, ദെൻ ഈ എൻറ്റയർ അസംബ്ലിക്ക് ഹൗസ് ചെയ്യാൻ വേണ്ടി എൻറ്റയർ അസംബ്ലി ഒരു ഫ്രെയിമിനകത്ത് വെക്കണം. ഫ്രെയിമും ഒരു അയൺ പാർട്ടോ ഒക്കെ തന്നെ ആയിരിക്കും. കാരണം മെക്കാനിക്കൽ ഇഞ്ചുറീസ് ഒഴിവാക്കാൻ, മെക്കാനിക്കൽ ഡാമേജസ് ഒഴിവാക്കാൻ വേണ്ടി ഫ്രെയിമും ഒരു മെറ്റാലിക് പാർട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, സ്റ്റേറ്ററിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ കോറാണ് സ്റ്റേറ്ററിന് ഉപയോഗിക്കുക. കോർ നിങ്ങൾക്ക് കാണാൻ പറ്റും, സിലിക്കൺ സ്റ്റീലാണ്. ഇറ്റ് ഈസ് എ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ലൈൻസിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് സിലിക്കൺ സ്റ്റീൽ. ആൻഡ് ഇതിൻ്റെ അകത്താണ് ആർമേച്ചർ വൈൻഡിങ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ കോർ വഴി ആർമേച്ചർ വൈൻഡിങ്സ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും, കോപ്പർ വൈൻഡിങ്സ് ആയിരിക്കും. കോപ്പറിൽ കൂടി കറണ്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ്, കോപ്പർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, കോപ്പർ ലോസസ് ഉണ്ടാകും. കോപ്പർ ലോസസിനെ നമ്മൾ വേറൊരു പേര് പറയും, എന്താണ്, Ia²RA ലോസ്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് കോപ്പർ ലോസ്. എന്തുകൊണ്ടാണ്, കോപ്പർ വൈൻഡിങ്സിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ കോപ്പർ ലോസസ് ഏത് ഫോമിലാണ് വരുന്നത്, ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഈ ലോസ് ആകുന്ന ഇലക്ട്രിക്കൽ എനർജി ഹീറ്റിൻ്റെ ഫോമിലാണ് ഉണ്ടാവുക. അപ്പോൾ ഹീറ്റിനെ ജനറേറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ അതിനെ ഡിസിപ്പേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്, അതിനും കൂടെ ഈ കോർ ഹെൽപ്പ് ചെയ്യും. കാരണം കോർ ഇസ് ഓൾസോ ഹീറ്റ് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ. കണ്ടക്ഷൻ വഴി വൈൻഡിങ്സിൽ നിന്ന് ഹീറ്റ് മാറ്റും. അതിനുശേഷം കോറിൽ നിന്ന് കൺവെക്ഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ വഴി ചൂട് പുറത്തേക്ക് പോകും. ഓക്കെ, സോ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് വൈൻഡിങ്ങിൽ ഹീറ്റ് നിന്ന് കഴിഞ്ഞാൽ അത് ഹോട്ട് സ്പോട്ട്സ് ഉണ്ടാക്കും. അപ്പോൾ അതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹീറ്റിനെ സെഗ്രേറ്റ് ചെയ്യാൻ വി നീഡ് സ്റ്റേറ്റർ വൈൻഡിങ്സ്. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്റ്റേറ്റർ. ഈ വൈൻഡിങ്സ് ഫിക്സ്ഡ് ആയിട്ടായിരിക്കും വെച്ചേക്കുന്നത്. ദെൻ കംസ് റോട്ടർ. ക്യാരീസ് DC ഫീൽഡ് വൈൻഡിങ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം. മാഗ്നറ്റിക് ഫീൽഡ് റോട്ടറിൽ ഉണ്ടാകുന്നത്, റോട്ടറാണ് ഫീൽഡ് അസംബ്ലി. റോട്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ്. അതിനുവേണ്ടി വി പ്രൊവൈഡ് എ DC ഫീൽഡ് ദാറ്റ് റൊട്ടേറ്റ്സ് വിത്ത് പ്രൈം മൂവർ. ഇറ്റ് പ്രൊഡ്യൂസസ് ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിന് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റോട്ടറാണ്. ഓക്കെ, സോ ഇവിടെ പാർട്സ് ഓഫ് ആൻ ഓൾട്ടർനേറ്റർ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, സ്റ്റേറ്ററിൽ വൈൻഡിങ്സ് ഉണ്ട്, അതിനകത്താണ് റോട്ടർ പ്ലേസ് ചെയ്യുന്നത്. റോട്ടർ ഷാഫ്റ്റിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഹെൽപ്സ് വിത്ത് ദ റൊട്ടേഷൻ. വൈ ആർമേച്ചർ ഓൺ സ്റ്റേറ്റർ? ഹൈ കപ്പാസിറ്റി മെഷീൻസിൽ എപ്പോഴും സ്റ്റേറ്ററായിട്ട് ആർമേച്ചറാണ് വെക്കുക. വൈ? ബിക്കോസ് ആർമേച്ചർ കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് വൈൻഡിങ്സ്. അപ്പോൾ ആ വൈൻഡിങ്സ് ഇഫ് റൊട്ടേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഫ്രിക്ഷൻ കാരണം സ്പാർക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. To avoid that and also to help with the insulation and cooling, we provide stator armature as stator. So that helps with insulation. വൈൻഡിങ്സിൽ എപ്പോഴും ലോസ് ഉണ്ടാവും, നേരത്തെ പറഞ്ഞിരുന്നു. ആ ഹീറ്റ് എനർജി ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്യാൻ ഇഫ് ഇറ്റ് ഇസ് പ്ലേസ്ഡ് ആസ് എ സ്റ്റേറ്റർ ഹെൽപ്ഫുൾ ആണ്. ഹൈ വോൾട്ടേജ് വൈൻഡിങ് റിമെയിൻ സ്റ്റേഷനറി വിത്ത് ഹെൽപ്സ് ഇൻ ബെറ്റർ കൂളിംഗ് ആൻഡ് maintenance can be reduced, easier connection to transmission lines, smaller slip rings needed, only field current passes through the rotor. So ഇതെല്ലാം കാരണം എപ്പോഴും ഹെവി മെഷീനറിയിൽ ആർമേച്ചർ ഇസ് കെപ്റ്റ് അറ്റ് സ്റ്റേറ്റ്. ടൈപ്സ് ഓഫ് റോട്ടർ. ഇപ്പോൾ റോട്ടർ ഒരു ഓൾട്ടർനേറ്ററിൽ 2 തരത്തിലുള്ള റോട്ടേഴ്സ് ഉപയോഗിക്കും. സാലിയൻ ടൈപ്പ് അഥവാ പ്രൊജക്റ്റഡ് പോൾസ് റോട്ടേഴ്സ് ഉപയോഗിക്കും, അതുപോലെ നോൺ സാലിയൻ സിലിണ്ട്രിക്കൽ പോൾ. ഫിഗർ വെച്ച് നമുക്കൊന്ന് നോക്കാം. ഇതാണ് പ്രൊജക്റ്റഡ് പോൾസ്. കാണാലോ, പോൾ കോറിൽ നിന്നും പോൾ ബോഡി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് പ്രൊജക്റ്റഡ് പോൾ അഥവാ ഇറ്റ് ഇസ് കോൾഡ് സാലിയൻ പോൾ. അപ്പോൾ ഇവിടെ പോൾസ് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, പകരം ചെറിയ ഒരു സ്ലോട്ടുകളിലായിട്ട് വൈൻഡിങ്സ് പ്ലേസ് ചെയ്യും. ഇതാണ് സിലിണ്ട്രിക്കൽ ടൈപ്പ്. ഓക്കെ, അപ്പോൾ സിലിണ്ട്രിക്കൽ ടൈപ്പും അഥവാ നോൺ സാലിയൻ ടൈപ്പും സാലിയൻ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ? ഇപ്പോൾ നോക്കിയേ, ഈ പോൾ ഇവിടെ പോൾസ് പ്രൊജക്റ്റ് ചെയ്തായിരിക്കുന്നത്. അപ്പോൾ പോൾസ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് ഈ പോൾ ബോഡി കോറുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇഫ് യു ആർ ഗോയിങ് ഫോർ എ ഹൈ സ്പീഡ് ഓപ്പറേഷൻ വിത്ത് സാലിയൻ പോൾസ് എന്ത് സംഭവിക്കാം? പോൾ ബോഡി ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ഇതിന് ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഹൈ സ്പീഡ് ഓപ്പറേഷനിൽ ഒരിക്കലും പ്രൊജക്റ്റഡ് പോൾസ് ഉപയോഗിക്കുന്നില്ല. ഹൈ സ്പീഡ് ഓപ്പറേഷനിൽ എപ്പോഴും സിലിണ്ട്രിക്കൽ പോൾസ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ടർബോ ഓൾട്ടർനേറ്റർ. തേർമൽ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ടർബോ ഓൾട്ടർനേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് സിലിണ്ട്രിക്കൽ റോട്ടേഴ്സ് ആണ്. above 3000 RPM ആയിരിക്കും സ്പീഡ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ദാറ്റ് ഈസ് അറൗണ്ട് 1500 RPM. ആ സ്പീഡിലൊക്കെയാണ് നോർമലി പ്രൊജക്റ്റഡ് പോൾസ് ഉപയോഗിക്കുന്നത്. ഈ സാലിയൻ പോൾസ് ലോ സ്പീഡാണ്, ദെയർഫോർ അതിൻ്റെ ഡയമീറ്റർ കൂടുതലായിരിക്കും, ലെങ്ത് ആക്സിയൽ ലെങ്ത് കുറവായിരിക്കും. ഇതിന് റിവേഴ്സാണ് സിലിണ്ട്രിക്കൽ പോളിൽ. സിലിണ്ട്രിക്കൽ പോളിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഹൈ സ്പീഡാണ്, ഡയമീറ്റർ കുറവാണ്, ബട്ട് ആക്സിയൽ ലെങ്ത് കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ഓൾട്ടർനേറ്റർ കൺസ്ട്രക്ഷനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻസ്. കൂടുതൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടിയിട്ട് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഡിപ്ലോമ ആൻഡ് ഡിഗ്രി ഹോൾഡേഴ്സ് കാത്തിരുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ക്ലാസ്സസ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.